എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് മുല്ലയ്ക്കൽ അമ്പലത്തിൽ കോടിയാർച്ചനയുടെ ഭാഗമായിട്ട് കോടി ദീപം കാണാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴേ അമ്പലത്തിലേക്ക് താലപ്പൊലികളാണ് ആദ്യം കണ്ടത്. പിന്നെ എല്ലാവരും ദീപം തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിന്ന് ഞാനും ഓരോ ദീപങ്ങളും തെളിയിച്ചു, അതും തെളിയിച്ചു. ഇവിടെ കണ്ടിന്യൂ സാധാരണ പൂർണ്ണകുംഭമായി രമേശ് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെറിയ കാറ്റ് വീശുന്നതിന് വിളക്കുകൾ അണഞ്ഞു പോകാനും കെട്ടുപോകാനുമുള്ള സാധ്യതയുണ്ട്. അവരവർ കത്തിച്ച് വിളക്ക് വീണ്ടും കട തുറക്കുമ്പോൾ തിക്കും തിരക്കും വരുവാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സ്ത്രീജനങ്ങൾ അവരുടെ ഷാള്, ഹാൻഡ് ബാഗ് മുതലായവ പ്രത്യേകം ശ്രദ്ധിക്കുക. വിളക്കുകൾ മറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്പലത്തിന് ചുറ്റും കുറേ വിളക്കുകൾ ഓരോരുത്തർ കത്തിക്കുന്നുണ്ടായിരുന്നു. കുറേ ജനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഓരോ വിളക്ക് നോക്കി നടന്ന് അമ്പലത്തിന് ചുറ്റും പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കുത്തുവിളക്കുകളും അതേപോലെ തന്നെ പല മോഡലിലുള്ള വിളക്കുകളൊക്കെ കത്തിച്ച് അമ്പലം നല്ല ഭംഗിയായിട്ട് കണ്ണിന് കുളിർമ തോന്നുന്ന രീതിയിൽ അത്രയ്ക്ക് തെളിഞ്ഞ് നിൽക്കുമായിരുന്നു ഇന്നത്തെ ദിവസം അമ്പലം. കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഐശ്വര്യം തോന്നും. ഓരോരുത്തരും നിന്ന് കത്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെയൊക്കെ ഞാൻ നടന്നു. കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയും വിളക്ക് കത്തിച്ച്, പുറത്തും വിളക്ക് കത്തിച്ചായിരുന്നു. അകത്ത് വിളക്ക് കത്തിച്ച് അച്ഛനും മോളും കൂടെ വിളക്ക് കത്തിക്കുകയാണ്. കുറേ സ്ഥലത്ത് വിളക്ക് കത്തിക്കാനും ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങൾക്കിങ്ങനെ
ഒരു സ്ഥലം കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ കത്തിച്ച് ഓരോ ദീപത്തിൻ്റെ അടുത്ത് ഓരോരുത്തരും ഇങ്ങനെ കത്തിക്കുവാണ്. അങ്ങനെ അതും കത്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് ഈ വിളക്ക് കണ്ടത്. സൂപ്പറായിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ പല മോഡലിൽ ഇങ്ങനെ കറങ്ങുന്നതിൽ ഇതൊക്കെ വിളക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ഞങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു വാർത്ത കേട്ടത്. നമ്മുടെ സുരേഷ് ഗോപി സാറ് അമ്പലത്തിൽ വരുന്നുണ്ടെന്ന വാർത്ത. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ മുൻപിലോട്ട് നടന്നപ്പോഴാണ് സുരേഷ് ഗോപി സാറ് അമ്പലത്തിൽ വന്ന്. അങ്ങനെ ഞങ്ങൾ അത് സുരേഷ് ഗോപി സാറിനെ കാണാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി. സുരേഷ് ഗോപി സാറ് വന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവരും സുരേഷ് ഗോപി സാറിനെ നോക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപി സാർ അമ്പലത്തിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. സുരേഷ് ഗോപി സാറിനെ എഴുത്തി കഴിഞ്ഞ് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണാം, എന്നാലും നിലവിലേക്ക് കാണാൻ പറ്റിയില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ചെറുതായിട്ടൊക്കെ കാണാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സുരേഷ് ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ആദ്യനെയും വിജയനെയും മിസ്സായ കാര്യം ഞാൻ അറിഞ്ഞത്. സുരേഷ് ചേട്ടൻ പോയിട്ട് വേണം അവരോട് തപ്പാനായിട്ട്. എന്തായാലും അപ്രതീക്ഷിതമായൊരു വരവായിരുന്നു സുരേഷ് ചേട്ടൻ്റെ. ആരും പ്രതീക്ഷിച്ചില്ല. നമ്മൾ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചത് പോലുമില്ല. ഇന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി കോടിയാർച്ചനയുടെ കാര്യങ്ങളൊക്കെ കാണണം. വിളക്ക് കാണണമെന്ന് പറഞ്ഞ് പോയി ഞങ്ങൾ എന്തായാലും സുരേഷ് ഗോപി സാറിനെയും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ആദ്യം വിജയനെയും തപ്പിക്കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകും.